എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാർ ആ അവസാനത്തെ ഡ്രാഗൺ ബോൾ അത് കണ്ടെത്താനായി ആ ഒരു എൽഡർ ലേഡിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ആ ഒരു മാനുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഫെയിലിയർ ആയി പോയി. അടുത്ത നിമിഷം നമ്മുടെ കുഞ്ഞിപ്പെണ്ണും അതുപോലെ തന്നെ റാബിറ്റും അവരെല്ലാവരും ചേർന്ന് അതിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചു കളഞ്ഞു. ഇനിയുള്ളത് നമ്മുടെ ഹാൻസം ബോയിയാണ്. അവനാണ് അടുത്തായിട്ട് ബാറ്റിലിനായി ഇപ്പോൾ ഗോതയിലേക്ക് കടന്നു വരിക. നമ്മുടെ ആൾക്കാർക്ക് വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഓപ്പണൻ്റായിട്ട് മത്സരിക്കുന്നവൻ അവൻ ഇൻവിസിബിൾ ആയിട്ടായിരിക്കും നമ്മുടെ ഹാൻസം ബോയ് ആയിട്ട് ഫൈറ്റ് ചെയ്യുക. ഹാൻസം ബോയ് ആണെങ്കിൽ ചുറ്റും നോക്കും. അവൻ ഏത് ഭാഗത്തു നിന്നാണ് ഫൈറ്റ് വരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. ഒരു ശബ്ദം മാത്രമായിരിക്കും അവൻ കേൾക്കുക. അവൻ്റെ ഓപ്പണൻറ്റ് ഓരോ ഭാഗത്തു നിന്ന് കറങ്ങിയും തിരിഞ്ഞും നിർത്താതെ അറിഞ്ഞ പുറഞ്ഞം അവനെ പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പഞ്ച് കിട്ടി ഹാൻസം ബോയ് അവൻ അടിച്ച് താഴെ വീഴും. അവനാണെങ്കിൽ ഹാൻസം ബോയ് ഒരുപാട് കഷ്ടപ്പെട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അവൻ്റെ ഓപ്പണൻറ്റിനെ അവനെ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അവൻ കാണും അവൻ്റെ തൊട്ടടുത്തായിട്ട് ചെടികളിൽ ഓപ്പണൻ മാൻ അവൻ ചവിട്ടുന്നത്. അതിന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഹാൻസം ബോയ് തിരികെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ അതും ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ്. ഹാൻസം ബോയ് വിളിച്ചു പറയും, റോഷിയും ബുൽമയും അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ നമ്മുടെ സഹായിക്കാനായിട്ട് കഴിയുള്ളൂ. ഗോക്കു, നീ എത്രയും വേഗം ഇവിടേക്ക് കൊണ്ടുവരണം. ഗോക്കുവിനാണെങ്കിൽ കാര്യം മനസ്സിലാവില്ല. പക്ഷേ ഹാൻസം ബോയ് ആണെങ്കിൽ നിർബന്ധിക്കും. അത് കേട്ട് അടുത്ത നിമിഷം ഗോക്കു അവരെ അന്വേഷിച്ച് അവൻ്റെ ഫ്ലൈങ് നിംബസിൽ കയറി ഗാമേ ഹൗസിലേക്ക് വരികയാണ്. അവൻ അവിടെ ചുറ്റും നോക്കും. അവിടെ ആരെയും ഇപ്പൊ കാണാനില്ല. അവൻ ഡെക്സിനോട് മാസ്റ്റർ റോഷിയെക്കുറിച്ച് ചോദിക്കും. അതിനവർ ദൂരത്തായിട്ടുള്ള ഒരു വലിയ ഹെലികോപ്റ്റർ അത് കാണിച്ചു കൊടുക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അവിടേക്ക് ഫ്ലൈ ചെയ്തു വരും. പന്നിക്കുട്ടനും ബുൽമയും ലോഞ്ചും റോഷിയും എല്ലാവരും അതിലങ്ങനെ ഹായ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ നടക്കുന്ന സിറ്റുവേഷൻ ഇപ്പോൾ അവരോട് പറയും. എത്രയും വേഗം ബുൽമയും മാസ്റ്റർ റോഷിയും നിങ്ങൾ രണ്ടുപേരും അവിടേക്ക് വന്ന് ഹാൻസം ബോയെ അവനെ ഹെൽപ്പ് ചെയ്യണം. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ബാറ്റിൽ പരാജയപ്പെടും. പക്ഷെ മാസ്റ്റർ ആണെങ്കിൽ തീർത്തു പറയും, അയ്യോ ഇല്ല, ഇങ്ങനൊരു സിറ്റുവേഷനിൽ എനിക്ക് വരാനായിട്ട് കഴിയില്ല. ഞാനിപ്പോൾ തന്നെ വളരെ ബിസിയാണ്. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം. അത് കേൾക്കേണ്ട താമസം ഗോക്കു ആണെങ്കിൽ എനിക്കിത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് ആ കോപ്റ്ററിന്റെ ചില്ല് തകർത്ത് മാസ്റ്ററിനെയും ബുൽമയും അവർ രണ്ടുപേരെയും തൂക്കിയെടുത്ത് അവിടുന്ന് പറന്നു പോവാണ്. കൺട്രോൾ പോയി ആ ഹെലികോപ്റ്റർ താഴേക്ക് പതിക്കും. അടുത്ത നിമിഷം ആഞ്ഞു തുമ്മിയ ലോഞ്ച് പെണ്ണ് അവളാണെങ്കിൽ ആ മോൺസ്റ്റർ ലേഡിയായി മാറി ആ ഫ്ലൈറ്റ് അത് കൺട്രോൾ ചെയ്ത് അങ്ങനെ പോവാണ്. ഇവിടെ ഗോക്കു ആണെങ്കിൽ അവരെ രണ്ടുപേരെയും തൂക്കിയെടുത്ത് ആ ഒരു ഗോത ലക്ഷ്യമാക്കി പോകും. ഇതാ ഹാൻസം ബോയ്. അവനാണെങ്കിൽ അവൻ്റെ ഓപ്പണന്റിന്റെ സംസാരം അതുപോലെ തന്നെ കാൽമരുമാറ്റവും എല്ലാം തന്നെ ഫോക്കസ് ചെയ്ത് അവനെ അറിഞ്ഞും പുറഞ്ഞ് തല്ലിക്കൊണ്ടേയിരിക്കും. കാര്യം പിടികിട്ടിയ എൽഡർ ലേഡി ആണെങ്കിൽ ഇപ്പോൾ ഉച്ചത്തിൽ പാട്ട് പാടാനായിട്ട് തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഹാൻസം ബോയ്ക്ക് അവനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. ആ ഗ്യാപ്പിൽ അവൻ വീണ്ടും ഹാൻസം ബോയെ തന്നെ അറ്റാക്ക് ചെയ്യാണ്. ഒരുപാട് അടിയടിയൊക്കെ കെട്ടി അവൻ വേദനയാൽ പൊളയാനായിട്ട് തുടങ്ങും. റാബിറ്റും മൊട്ടപ്പനും ഒക്കെ ചേർന്ന് ഗോക്കു അവൻ ദൂരത്തായിട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ എൽഡർ ലേഡിയെ ഡൈവേർട്ട് ചെയ്ത് ഇപ്പോൾ ഹാൻസം ബോയെ ഹെൽപ്പ് ചെയ്യാണ്. പക്ഷെ അവനെ കൊണ്ട് അപ്പോഴും ഇൻവിസിബിൾ മാനിനെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. ലേഡിക്കാണെങ്കിൽ കാര്യം മനസ്സിലാവും. ആ എൽഡർ ലേഡി അവള് ഉച്ചത്തിൽ വിളിച്ചു പറയും, സൈലൻസ് ആണ് നിന്റെ വെപ്പൻ, അതുപയോഗിച്ച് വേണം നീ അവനെ തോൽപ്പിക്കാനായിട്ട്. ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല. ഇത് നമ്മുടെ അഭിമാന പ്രശ്നമാണെന്ന് പറഞ്ഞ് അവർ വീണ്ടും ഉച്ചത്തിൽ പാട്ടുപാടി ഹാൻസം ബോയെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഗ്യാപ്പിൽ ഓപ്പണന്റ് ആണെങ്കിൽ വീണ്ടും അവനെ അങ്ങനെ തല്ലി കൊല്ലുകയാണ്. ഒരുപാട് നേരം ഒരുപാട് അടിയൊക്കെ കിട്ടി അങ്ങനെ അവശനായിട്ട് താഴേക്ക് വീഴുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് ആരോ ഒരാൾ അവിടേക്ക് വരുന്നതായിട്ട് കാണുക. മൊട്ടപ്പനും ക്യാരറ്റും എല്ലാവരും റാബിറ്റും അവരങ്ങനെ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. വരുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ഗോക്കു ആണെങ്കിൽ അവരെ ചൂണ്ടിക്കാണിക്കും, ഞാൻ എത്തി, അവരുമായിട്ട് ഞാൻ വന്നു. ഉൽമയും മാസ്റ്റർ റോഷിയാണെങ്കിൽ വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും, നീ എന്തിനാ ഞങ്ങളുമായിട്ട് ഇവിടേക്ക് വന്നേ, എന്താ കാര്യം, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം. ഗോക്കു ആണെങ്കിൽ അവരോട് പറയും, ഇപ്പോൾ നമ്മുടെ ഹാൻസം ബോയ്ക്ക് നിങ്ങളുടെ സഹായം അത് അത്യാവശ്യമാണ്, എത്രയും വേഗം നിങ്ങൾ അവനെ സഹായിക്കണം. ബുൽമയാണെങ്കിൽ ഇപ്പോൾ ഹാൻസം ബോയെ നോക്കും. അവൻ ഒരുപാട് അടിയൊക്കെ കിട്ടി. അവൻ കാലും കൈയും ഒക്കെ പൊക്കി എടുത്ത് ചാടുകയാണ്. വാവ്, ഇവനെന്താ ഡാൻസ് ചെയ്യാണോ ചോദിക്കും. അതിന് മൊട്ടപ്പം പറയും, അല്ല, അവന്റെ ഓപ്പണന്റ് ഇൻവിസിബിൾ ആയിട്ട് അവനെ അറ്റാക്ക് ചെയ്യാണ്. പഞ്ച് കൊണ്ട് അവന്റെ നടു ഒടിഞ്ഞു. നിങ്ങൾക്ക് മാത്രമേ അവനെ സഹായിക്കാൻ പറ്റൂ, ഞങ്ങൾക്ക് എങ്ങനെയും ചോദിച്ച് ഉൽമയും മാസ്റ്റർ റോഷിയും അവർ രണ്ടുപേരും കൺഫ്യൂസ്ഡ് ആവും. അതിനൊരു എളുപ്പ വഴിയുണ്ടെന്ന് പറഞ്ഞ് മൊട്ടപ്പൻ മാസ്റ്ററിനെ ബുൽമയുടെ അടുത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം അവളുടെ സീക്രട്ട് പാർട്ട് മാസ്റ്ററിന് കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണേണ്ട താമസം ഫ്ലാറ്റായ മാസ്റ്ററുടെ മൂക്കിൽ നിന്ന് ഇപ്പൊ ബ്ലഡ് അങ്ങനെ ചീറ്റി പുറത്തേക്ക് വരികയാണ്. അതങ്ങനെ തെറിച്ചു പോയി ആ ഓപ്പണന്റെ ദേഹത്ത് വീഴും. കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഹാൻസം ബോയ്ക്ക് അവനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ ഒന്നും നോക്കില്ല, അവൻ ഓറഞ്ചും പുറഞ്ചും പിടിച്ചു വലിച്ച് ആ ഓപ്പണന്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അറ്റാക്ക് ചെയ്ത് അവനെ തല്ലി താഴെ ഇടുകയാണ്.
നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. കമോൺ കമോൺ, അവനെ വെറുതെ വിടരുത്, അവനെ തല്ലി കൊല്ലുന്നൊക്കെ പറഞ്ഞ് അവർ കട്ട സപ്പോർട്ട് കൊടുക്കും. ഇവിടെ ആ ഓപ്പണന്റ് ആണെങ്കിൽ അടി ഇടിയൊക്കെ കിട്ടി വേദനയാൽ അങ്ങനെ നിലവിളിക്കും. അതിനുശേഷം ഒരു വെള്ളക്കൂടി വീശി കാണിച്ച് പ്ലീസ് ദയവ് ചെയ്ത് ഇനി എന്നെ അറ്റാക്ക് ചെയ്യരുത്, ഞാൻ തോൽവി സമ്മതിച്ചു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയും. അത് കേൾക്കുമ്പോൾ ബോയ്ക്കും നമ്മുടെ ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ആ എൽഡർ ലേഡി അവള് പല്ല് കടിച്ച് അങ്ങനെ ദേഷ്യത്തിൽ നിൽക്കും. ഒട്ടപ്പൻ ഹാപ്പി ആയിട്ട് ഇപ്പൊ ക്യാരറ്റിന്റെ കൈയൊക്കെ പിടിച്ച് ഡാൻസ് കളിക്കുകയാണ്. കൺട്രോൾ പോയ നമ്മുടെ പുൽമാ പെണ്ണ് അവൾ അവന്റെ തലയ്ക്കൊരു അടി കൊടുക്കും. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ചെയ്യും. അതിനവൻ പറയും നമ്മുടെ ടീം ജയിക്കാനും പോയി രക്ഷിക്കാനും മാത്രമാണ് ഞാനത് ചെയ്തത്. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെടും. അതിന് മൊട്ടപ്പനാണെങ്കിൽ അവനോട് സോറി പറയും. പക്ഷെ നൈസായിട്ട് മാസ്റ്റർ അവന്റെ തലയിൽ തട്ടി ചെയ്തതൊരല്പം കടന്നു പോയെങ്കിലും എനിക്കത് ഇഷ്ടമായി, ഞാൻ കാണാൻ ആഗ്രഹിച്ചത് തന്നെയാണ് ഞാൻ കണ്ടതെന്ന് പറയും. അത് കേൾക്കുമ്പോൾ മൊട്ടപ്പൻ ചിരിക്കും. അതേസമയം ആ വില്ലത്തി ലേഡി ആണെങ്കിൽ ടെററായിട്ട് പറയും ഇത്തവണയും നിങ്ങൾ ഗ്രൂപ്പായിട്ട് എന്നെ ചീറ്റ് ചെയ്തു, പക്ഷേ എന്റെ ടീമിന്റെ പവർ അത് അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അടുത്ത കാര്യത്തിന് അവർ തയ്യാറാവും. മുട്ടപ്പനാണെങ്കിൽ ബുൽമയോട് പറയും ആക്ച്വലി ഈ ഫൈറ്റിൽ ജയിച്ചാൽ മാത്രമേ അവർ ഫ്രീ ആയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അത് തരൂ, അതൊരു സഹായത്തിനാണ് നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത്. അത് കേട്ട് മാസ്റ്റർ റോഷിയാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും ആ എൽഡർ ലേഡി അവൾ എൻ്റെ സിസ്റ്ററാണ്, സോ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ മേ ബി എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച അത് അവൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് കേട്ട് നമ്മുടെ ആൾക്കാരുടെ ഹോപ്പ് കൂടി വരികയാണ്. മാസ്റ്റർ റോഷിയാണെങ്കിൽ ആ എൽഡർ ലേഡിയോട് സംസാരിക്കും. അതിനവർ പറയും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇതിൽ സംസാരിക്കാനില്ല, ഇത് ഫൈറ്റാണ്, ഇതിൽ ഫൈറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ ജയിക്കണം, ബന്ധങ്ങളുടെ പേര് പറഞ്ഞ് യാതൊരു അളവും തരാനായിട്ട് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ മുൻപോട്ടേക്ക് നടക്കുകയാണ്. അതേസമയം ഇവിടെ ബുൽമ ആ കുഞ്ഞിപ്പെണ്ണിനോട് സംസാരിക്കും. നിന്റെ പപ്പയെ തിരികെ പിടിക്കാനുള്ള ഈ ബാറ്റിൽ നടത്തുന്നത്. അവള് പറയും അതെ, ഗോകു പറഞ്ഞതനുസരിച്ച് ആ 7 ഡ്രാഗൺ ബോൾസ് അത് കിട്ടുകയാണെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ പപ്പയെ പഴയ ലൈഫിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ, അതിനുവേണ്ടിയാണ് ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഗോകു ആണെങ്കിൽ ക്യാഷ്വലായി ആ എൽഡർ ലേഡിയോട് അവരുടെ ഏജ് എന്താണെന്ന് ചോദിക്കും. അതിന് അവരാണെങ്കിൽ ടെൻഷനാവും. നിനക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾ മര്യാദയ്ക്ക് അതോടൊപ്പം വരണമെന്ന് പറഞ്ഞ് ആ വലിയ മാൻഷന്റെ അകത്തേക്ക് പോകും. അതിനുശേഷം അവരെ എല്ലാവരെയും ഒരു സ്റ്റെപ്പിന്റെ ഫസ്റ്റ് ബേസിൽ നിർത്തി അല്പം കൂടെ മുൻപോട്ടേക്ക് നടന്ന് ഒരു ഡോർ തുറന്ന് ഗോകുവും ആ എൽഡർ ലേഡിയും അവർ രണ്ടുപേരും അകത്തേക്ക് പോകും. ഗോകു ആണെങ്കിൽ ചുറ്റും നോക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു വലിയ മാൻഷൻ. ആ ലേഡി ആണെങ്കിൽ ഇപ്പോൾ അവനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയറിലിരുത്തും. ഗോകു ചുറ്റും കാഴ്ചകളെല്ലാം കണ്ട് ഹാപ്പി ആയിട്ടിരിക്കും. അടുത്ത നിമിഷം ആ ലേഡി അവൾ അങ്ങനെ അവളുടെ വിരൽ സ്നാപ്പ് ചെയ്യുകയാണ്. ഉടനെ ഇൻവിസിബിൾ ആയിട്ടുള്ള ആരോ ഒരാൾ ഒരു വലിയ പ്ലേറ്റ് നിറയെ മീറ്റുമായിട്ട് അവിടേക്ക് വരികയാണ്. ഇത് മുഴുവൻ നിനക്കുള്ളതാണെന്ന് പറയും. ഗോകു ആണെങ്കിൽ ഹാപ്പി ആയിട്ട് അതെല്ലാം തന്നെ കടിച്ചു പറിച്ച് തിന്നാനായിട്ട് തുടങ്ങും. എൽഡർ ലേഡി അവളാണെങ്കിൽ കണ്ണിമ ചിമ്മാതെ ഗോകുവെ തന്നെ വളരെ ക്രൂക്കഡായിട്ട് നോക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഇവിടെ അപ്പാപ്പൻ റോഷിയും ഹാൻസം ബോയും ഒക്കെയുള്ള ആളുകളും അവരാണെങ്കിൽ വിയേഡായിട്ടുള്ള ഒരു സ്റ്റെപ്സ് അങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് സമയം കയറിയിട്ടും അതിൻ്റെ എഡ്ജ് മാത്രം അവർക്ക് കാണാനാവില്ല. ഇവിടെ ഗോകു അവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ ലേഡി അവരൊന്ന് സ്നാപ്പ് ചെയ്യും. അടുത്ത നിമിഷം മുകളിലുണ്ടായിരുന്ന ഒരു സീലിംഗ് അത് ആ ഇൻവിസിബിൾ മാൻ തകർത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് താഴേക്ക് വീഴും. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഗോകു ആണെങ്കിൽ ഞൊട്ടിയടയിൽ ചാടി എഴുന്നേറ്റ് ആ പാർട്ടിക്കിൾസിനെ എല്ലാം തന്നെ അറഞ്ചും പുറഞ്ചും പഞ്ച് ചെയ്തും തൊഴിച്ചും ഓരോ ഭാഗത്തേക്ക് തെറിപ്പിക്കും. അതിലൊരെണ്ണം തെറിച്ച് ഇൻവിസിബിൾ മാൻ്റെ ബോഡിയിൽ പതിക്കുകയാണ്. അവനാണെങ്കിൽ അടികെട്ടി തെറിച്ചു പോയി ചുമരിൽ അടിച്ചു വീഴും. ഇവിടെ ഹാൻസം ബോയ് ആണെങ്കിൽ ഒരു പ്രത്യേക പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അവൻ നടക്കുന്നതിനിടയിൽ കാല് വഴുതി താഴേക്ക് പോയ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് വീണ് അവൻ മൊത്തത്തിൽ കത്തിക്കരിഞ്ഞു പോകും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പേടിയോടുകൂടെ ആ ഒരു കാഴ്ച നോക്കി നിൽക്കുകയാണ്. അടുത്ത നിമിഷം ഗോകുവും ആ എൽഡർ ലേഡിയും അവർ രണ്ടുപേരും അവിടേക്ക് കടന്നു വരും. അതിനുശേഷം എൽഡർ ലേഡി ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും ഇതൊക്കെ ഇതിന്റെ ഓരോ ഫേസസ് ആണ്, ഇതെല്ലാം കടന്നു വേണം നിങ്ങൾ ഈ മത്സരത്തിൽ ജയിക്കാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ആ ഡ്രാഗൺ ബോളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പറഞ്ഞു തരൂ. അതല്ല എങ്കിൽ മറ്റൊരു ഓഫർ നിങ്ങൾക്ക് തരാം. ഗോകുവിനെ അവനെ എനിക്ക് വിട്ടു തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ പറഞ്ഞു തരാം. ഗോകു ഭയങ്കര പവർഫുൾ ആണ്. അവൻ്റെ എബിലിറ്റീസും പവറും എനിക്കും എൻ്റെ ടീമിനും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ ബെനിഫിറ്റ് തന്നെയാണ്. പക്ഷെ ഗോകു ആണെങ്കിൽ തീർത്തു പറയും എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും നിന്റെ ടീമിൽ ചേരില്ല, എനിക്ക് ഒറ്റയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, സോ ഫൈറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.